രണ്ടാമത് പഠിച്ചേക്കുന്ന ഒരു മെഡിക്കൽ കോളേജ് വെറുതെ ഇട്ടേക്കുക ഫ്രീ ആയിട്ട്. പണി തീർന്നിട്ട് 2 കൊല്ലം. അവിടെ കട്ടിലിൽ 3 പേര്. തൊട്ടപ്പുറത്ത് 10 കിലോമീറ്റർ അപ്പുറത്തുള്ള ഉള്ളൂരിലെ മെഡിക്കൽ കോളേജിൽ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് ഇഷ്യൂസ് ആണ്. ഇതുപോലത്തെ തീരുമാനങ്ങൾ എടുക്കുക, തീരുമാനങ്ങൾ നടപ്പാക്കുക, ഒരു ടൈം ഫ്രെയിം ഉണ്ടാക്കി നടപ്പാക്കുക. പിന്നെ നമ്മൾ എപ്പോഴും പറയും ഡാറ്റ ഡ്രിവൺ ആണെന്ന് പറയും. ഡാറ്റ ഡ്രിവൺ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പഴയ കമ്പ്യൂട്ടറോടെ കൊണ്ട് വെച്ചിരിക്കുന്നതാണ് ഡാറ്റ ഡ്രിവൺ എന്ന് പറഞ്ഞത്. എന്താണ് സംഭവം എന്നറിയാം? ഇന്നത്തെ കാലത്തെ ഡാറ്റ ഡ്രിവൺ ഗവേണൻസ് എന്താണ്? ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും നമ്പർ 1 CMO ആക്കി മാറ്റണമെന്നാണ്. CM's ഓഫീസ് എവിടെ എന്ത് നടന്നാലും അറിയണം. ഞാൻ പറഞ്ഞു 500 കോടി രൂപയിൽ മീതെയുള്ള ഒരു ഇൻവെസ്റ്റർ കേരളത്തിലേക്ക് വന്നാൽ നമ്മൾ അയലുമായിട്ട് ചർച്ച നടത്തി നമ്മൾ കൺവിൻസ്ഡ് ആണെങ്കിൽ ഒരു ഗോ അഹെഡ് പറയില്ലേ, വിത്തിൻ 1 മന്ത് എല്ലാം ക്ലിയർ ചെയ്യും. അപ്പൊ നമ്മൾ അറിയണം 1 മാസം കഴിഞ്ഞിട്ട് 6 മാസം കഴിഞ്ഞിട്ട് അയാളുടെ സ്ഥിതി എന്താണ്, അത് നാട് വിട്ടു പോയോ, കൺട്രോൾ ബോർഡിന്റെ ക്ലിയറൻസ് ആയോ, ഏതെങ്കിലും പഞ്ചായത്തിലെ ക്ലർക്ക് ഇത് പിടിച്ചു വെച്ചിട്ടുണ്ടോ, അതൊക്കെ അന്വേഷിക്കണ്ടേ, ഫോളോ അപ്പ് ചെയ്ത് കറക്റ്റ് ആയിരുന്നു. നമ്മൾ കുറെ കേസുകൾ അങ്ങനെ ഗൗരവമായി ചെയ്യുമ്പോൾ കേരളത്തിൽ നിന്നൊരു മെസ്സേജ് പോകും കൃത്യമായിട്ട്. പഴയ പോലെ ഒരു മീറ്റൻസി ഒന്നുമില്ല. ഞാൻ ട്രേഡ് യൂണിയൻ രംഗത്തുണ്ടായിരുന്ന ആളാണ്. 20 years ആക്കി. കഴിഞ്ഞ ദിവസമാണ് 10-40 യൂണിയൻ റിസൈൻ ചെയ്തു. ഞങ്ങളെല്ലാം പറഞ്ഞിരുന്നത് തന്നെ, you work hard, make the company profitable, then we will bargain for you in the table. You will get the due share of the profit of the company. ഞങ്ങളാണ് കൊണ്ടുവന്നത്, ഞങ്ങളുടെ ജനറേഷനാണ് പ്രൊഡക്ഷൻ ഇൻസെന്റീവ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് കൊണ്ടുവന്നത്. കമ്പനി ഉണ്ടാക്കുന്ന ലാഭത്തിന്റെ ഒരു ഷെയർ ഇപ്പോൾ ഓരോ 4 വർഷം 5 വർഷം കഴിയുമ്പോഴുള്ള LTS നടക്കുമ്പോൾ 10,000 മുതൽ 15,000 രൂപ വരെയാണ് അവരുടെ ഇൻക്രീസ്.